2 ദിവസം ഒരു ചെറിയ വീഡിയോ പോലും ഇടാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിപ്പോയി. കാരണം 2 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് കോടതിയിൽ പോകണമായിരുന്നു. ഒന്ന് ക്രിമിനൽ കേസ്, പിന്നെ സിവിൽ കേസ്. എന്തായാലും നമ്മുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ ചാനലിൽ ചെറിയൊരു വീഡിയോ കൂടെ ഇടുമ്പോൾ ആരൊക്കെ ഒത്തിരി ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളതുപോലെ ഒരു തോന്നലാണ്. അതുകൊണ്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്തോ ഭയങ്കര വിഷമമാണ്. പല പല കാരണങ്ങൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാവുമല്ലോ നമുക്ക്. ആ സമയത്തൊക്കെ ഒരൊറ്റ വീഡിയോ ഇട്ടാൽ മതി എനിക്കൊരു സന്തോഷം കിട്ടാൻ. എന്നും കുറച്ച് വെള്ളം വേണ്ട ചെടിയാണിത്. 2 ദിവസം വെള്ളം പോലും കിട്ടിയില്ലെങ്കിലും സന്തോഷത്തോടെ നിൽപ്പുണ്ട്. ഇതിനിടയിലൂടെ ഓടിച്ചൊന്ന് കറങ്ങി നനച്ചിട്ടൊക്കെ വേണമെന്ന് അമ്പലത്തിൽ പോകാൻ. വല്ലപ്പോഴുമെങ്കിലും ചെന്നില്ലെങ്കിൽ അവർ പിണങ്ങിയാലോ. ഇനി ഒട്ടും സമയം കളയാതെ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവാം. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇത് വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ്, ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഇവിടെ സർപ്പദൈവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടെ വന്നാൽ ഒരു വല്ലാത്ത ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് കിട്ടും. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഒന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാൻ തോന്നും. ഒന്ന് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും വീണ്ടും ഇങ്ങോട്ട് പോരുന്നത്. ഇവിടെ വന്ന് പ്രകാശ് സ്വാമിയെ കണ്ടാൽ നമ്മുടെ പെരുവിരൽ നോക്കി എല്ലാ കാര്യങ്ങളും പറയും. നമുക്ക് എന്താണ് ദോഷമെന്ന് കൂടി പറയും. എന്ത് ബുദ്ധിമുട്ടായാലും ഇവിടെ വന്നാൽ മാറ്റിത്തരും. ചോറ്റാനിക്കര അമ്പലം പോലെ തന്നെയാണ് ഈ ക്ഷേത്രവും. കാളിയും കാർത്തിയാനിയുമാണ് ഇവിടെ ഉള്ളത്. എന്തും സാധിച്ചു തരുന്ന ശക്തിയുള്ള അമ്മമാരാണ്. എന്നും ഇവിടെ വിശേഷ പൂജകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഒത്തിരി ദൂരെ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അങ്ങനെ മനസമാധാനത്തോടു കൂടെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ.